എല്ലാവർക്കും നമസ്കാരം. ഞാൻ വി ഷിനിലാൽ. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന ഈ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് RACയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്താണ് RAC? RAC യാത്രക്കാർക്ക് എങ്ങനെ ബെർത്ത് അലോട്ട് ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. യാത്രക്കാർ തമ്മിലും ടിക്കറ്റ് പരിശോധകരും യാത്രക്കാരും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിടയിലും നിരന്തരം എത്രയോ വർഷങ്ങളായി ഇന്ത്യൻ റെയിൽവേയിൽ RAC നിലനിൽക്കുന്നു. എന്നിട്ടും ഇതുവരെയും കൺഫ്യൂഷൻ മാറാത്തൊരു സംഗതിയാണ് RAC. അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇന്ത്യൻ റെയിൽവേ എങ്ങനെയാണ് ഇന്ത്യൻ സമൂഹത്തെ സാംസ്കാരികമായി സ്വാധീനിച്ചത് എന്ന ഒരു സംഗതിയിലേക്ക് ആദ്യം പോകാം. 1853 ഏപ്രിൽ 16 ഇന്ത്യയിൽ ആദ്യമായി റെയിൽ ഗതാഗതം ആരംഭിക്കുന്നത്. 21 ഗൺ സല്യൂട്ടിന്റെ അകമ്പടിയോടുകൂടി 3 ആവി എഞ്ചിനുകൾ, അതിന് പേരുണ്ടായിരുന്നു. അക്കാലത്ത് ആവി എഞ്ചിനുകൾക്ക് പേരിടുമായിരുന്നു. അതിന്റെ പേര് സാഹിബ്, സിന്ധ്, സുൽത്താൻ ഇങ്ങനെയായിരുന്നു. ഈ 3 ആവി എഞ്ചിനുകൾ 14 ബോഗികളുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ട്രെയിനിനെ ഇന്നത്തെ മുംബൈയിലെ പഴയ ബോംബെയിലെ ബോറി ബന്ദറിൽ നിന്നും താനെ വരെ വഹിച്ചു കൊണ്ടുപോയി. ഇതാണ് ഇന്ത്യയുടെ ആദ്യത്തെ ട്രെയിൻ ഗതാഗതം. എങ്ങനെയാണ് ഇന്ത്യൻ റെയിൽവേ ഇന്ത്യൻ ജനസമൂഹത്തെ ഇത്രയും അടുപ്പിച്ചത് അഥവാ ഇന്ത്യൻ സംസ്കാരത്തെ സ്വാധീനിച്ചത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഇതാണ്. ഇന്ത്യ ഒരുപക്ഷെ ലോകത്ത് ജാതി സമ്പ്രദായം നിലനിൽക്കുന്ന ഒരേ ഒരു രാജ്യമാണ്. ഇതിനെ ഒറ്റയടിക്ക് റദ്ദ് ചെയ്തത് ഇന്ത്യൻ റെയിൽവേ ആണ്. കാരണം റെയിൽവേ യാത്ര തുടങ്ങിയാൽ നിങ്ങൾക്ക് പൈസ കൊടുത്ത് ടിക്കറ്റ് റിസർവ് ചെയ്യാനോ ടിക്കറ്റ് വാങ്ങാനോ കഴിഞ്ഞാൽ നിങ്ങളുടെ ജാതിയോ മതമോ ലിംഗമോ നോക്കാതെയാണ് നിങ്ങൾക്ക് ടിക്കറ്റ് അലോട്ട് ചെയ്യുന്നത്, റിസർവേഷൻ അലോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഒരു ഉന്നത ജാതിക്കാരനും അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാരെന്ന് പറയപ്പെടുന്ന ഒരു മനുഷ്യനും ഒരുപക്ഷെ അടുത്തടുത്ത് വന്നിരിക്കുന്ന രീതിയിലായിരിക്കും ട്രെയിനിൽ റിസർവേഷൻ ലഭിക്കുക. ഇങ്ങനെയാണ് ഒറ്റയടിക്ക് അയിത്തത്തെ ഇന്ത്യൻ റെയിൽവേ ഒഴിവാക്കിയത്. ഇനി ഞാൻ RACയിലേക്ക് വരാം. എങ്ങനെയാണ് RAC ഇതിന് ആക്കം കൂട്ടിയത്, അല്ലെങ്കിൽ മനുഷ്യർ തമ്മിൽ അടുക്കുന്നതിൻ്റെ ആക്കം കൂട്ടിയത് എന്നത് അവസാനം പറയാം. ഈ എപ്പിസോഡിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് RAC, അല്ലെങ്കിൽ RACക്കാർക്ക് എങ്ങനെയാണ് ടിക്കറ്റ് അലോട്ട് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ്. RAC എന്നാൽ റിക്വസ്റ്റ് എഗെയിൻസ്റ്റ് ക്യാൻസലേഷൻ. നമുക്കറിയാം 60 ദിവസം മുന്നെയാണ്, ട്രെയിൻ പുറപ്പെടുന്നതിൻ്റെ 60 ദിവസം മുന്നെയാണ് ഇന്ത്യൻ റെയിൽവേയിൽ അഡ്വാൻസ് റിസർവേഷൻ ആരംഭിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. 60 ദിവസം മുന്നേ നമ്മൾ ടിക്കറ്റ് റിസർവ് ചെയ്യുന്നു. നമ്മളൊരു 10-15 പേര് ഒരുമിച്ചൊരു യാത്ര പ്ലാൻ ചെയ്യുന്നു, ടിക്കറ്റ് റിസർവ് ചെയ്യുന്നു. പക്ഷെ നമ്മൾ വഴിയിൽ അവസാന ഘട്ടമായപ്പോഴത്തേക്ക് നമ്മൾ 4-5 പേർക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കും. അപ്പോൾ ഈ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കാൻ പാടില്ല എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് RAC വെയിറ്റിംഗ് ലിസ്റ്റ് തുടങ്ങിയ റിസർവേഷൻ അനുവദിക്കുന്നത്. ഒരു ട്രെയിനിൽ നിശ്ചിത എണ്ണം സീറ്റുകളാണ് റിസർവേഷന് വേണ്ടി മാറ്റിവെക്കുന്നത്. ബാക്കി കുറച്ചെണ്ണം വിവിധ കോട്ടകളിലേക്ക്, ഉദാഹരണത്തിന് ലേഡീസ് കോട്ട, സീനിയർ സിറ്റിസൺ കോട്ട, അല്ലെങ്കിൽ എമർജൻസി കോട്ട, ഇങ്ങനെ കോട്ടകളിലേക്ക് മാറ്റിവെക്കും. അത് കഴിഞ്ഞുള്ള സീറ്റുകളാണ് ആദ്യം റിസർവ് ചെയ്യുന്നവർക്ക് കൺഫേം സീറ്റുകളായും പിന്നീട് RAC ആയും അത് കഴിഞ്ഞ് വെയിറ്റ് ലിസ്റ്റായും പലതരം കോട്ടകളെ കുറിച്ച് മറ്റൊരു വീഡിയോയിൽ നമുക്ക് ചെയ്യാം, ഇങ്ങനെ അനുവദിക്കുന്നത്. അപ്പോൾ RAC ആയ ആളിനെ സംബന്ധിച്ച് ഒരു ട്രെയിനിൽ അദ്ദേഹത്തിന് ഇരിക്കാനുള്ള സീറ്റ് ഉറപ്പായി ലഭിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം. പിന്നീട് നേരത്തെ റിസർവ് ചെയ്ത കൺഫേം സീറ്റുള്ള ആരെങ്കിലും ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് ചാർട്ട് പ്രിപ്പയർ ആകുന്നതിന് മുന്നേ തന്നെ, അതായത് ഇന്ത്യൻ റെയിൽവേയിൽ ചാർട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു ട്രെയിൻ പുറപ്പെടുന്നതിൻ്റെ 4 മണിക്കൂർ മുന്നെയാണ്. ആ ചാർട്ട് പ്രിപ്പയർ ആവുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ RAC കൺഫേമായി സീറ്റ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം പലരും യാത്ര പിന്നീട് പ്ലാൻ ചെയ്ത പ്രകാരം മാറ്റിവെക്കുകയോ മറ്റുമൊക്കെ ചെയ്യാറുണ്ട്. ഇനി അപൂർവം ചിലർ അങ്ങനെയൊന്നും ചെയ്യാൻ സാധ്യതയില്ല. ട്രെയിനിൽ എത്താൻ പറ്റാത്ത മനുഷ്യരുണ്ടാവും. അങ്ങനെയാണ് ട്രെയിനിൽ വരുന്ന വേക്കൻസികൾ RACക്ക് അലോട്ട് ചെയ്യുന്നത്. RACക്കാരുടെ സീറ്റ് എപ്പോഴും സൈഡ് സീറ്റുകളാണ് അനുവദിച്ചിട്ടുള്ളത്. ഉദാഹരണത്തിന് 80 ബെർത്തുകളുള്ള സ്ലീപ്പർ കോച്ചിലും 72 ബെർത്തുള്ള
തേർഡ് എ സി കോച്ചിലും 64, 52 ഇങ്ങനെയുള്ള സീറ്റ് ബർത്തുകളുള്ള മറ്റു കോച്ചുകളിലും ഒക്കെ സൈഡ് സീറ്റുകളും ഇപ്പം സ്ലീപ്പർ ആണെങ്കിൽ 7, 15, 23, 31, 39, 47, 55, 63, 71, 79 ഇത്രയാണ് സൈഡ് സീറ്റുകൾ. ഈ സീറ്റുകൾ എല്ലാം RACക്ക് വേണ്ടി കൊടുക്കുന്നില്ല. വണ്ടിയിലെ തിരക്കനുസരിച്ചിട്ട് ഇതിൽ 4-5 സീറ്റുകൾ RACക്ക് വേണ്ടി മാറ്റിവെക്കുന്നു. നമ്മൾ റെയിൽവേയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അട്രാക്ഷൻ അല്ലെങ്കിൽ നമുക്ക് റിസർവ് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം നമുക്ക് സുഖമായി ഉറങ്ങിപ്പോകാം എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് റിസർവ് ചെയ്തു, നമുക്കൊരു മെസ്സേജ് വന്നു. ഉദാഹരണത്തിന് നമുക്ക് ചാർട്ട് പ്രിപ്പയർ ആയപ്പോൾ വന്ന മെസ്സേജ് S1 RS1 39, ആ മെസ്സേജ് ഇവിടെ കാണിക്കാം എന്നൊരു മെസ്സേജാണ് വന്നത്. നമ്മൾ 39 S1-ലെ 39 നമ്മുടെ സീറ്റാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആദ്യത്തെ ആ ബെർത്തിൽ കയറിയിരിക്കുന്നു. അങ്ങനെ ട്രെയിൻ വണ്ടി പുറപ്പെട്ടു. കുറച്ചു കഴിഞ്ഞപ്പോൾ മറ്റൊരാൾ അതേ നമ്പരുമായി അതേ മെസ്സേജുമായി എൻ്റെ സീറ്റും S1 39 ആണെന്ന് പറഞ്ഞ് നമ്മുടെ സീറ്റിലേക്ക് വരുന്നു. നമ്മൾ ആകെ കൺഫ്യൂഷനായി. പല സമയത്തും ഈ രണ്ട് യാത്രക്കാരും തമ്മിൽ അടി പോലും ആയിട്ടുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പലപ്പോഴും കണ്ടിട്ടുണ്ട്. വാക്ക് തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. എൻ്റെ സീറ്റാണ്, എനിക്ക് ആൾറെഡി മെസ്സേജ് വന്നതാണ്, നിങ്ങൾ വേറെ എവിടെയെങ്കിലും ആയിരിക്കും, ട്രെയിൻ മാറിയിട്ടുണ്ടാകും, ഇങ്ങനെ പറഞ്ഞ് ഭയങ്കര തർക്കങ്ങൾ എല്ലാ ദിവസവും ഉണ്ടാവാറുണ്ട്. ഒരു ട്രെയിനിൽ ഒരിക്കലെങ്കിലും ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള അപ്പോഴത്തേക്കായിരിക്കും ടിക്കറ്റ് പരിശോധന വരുന്നത്. അയാൾ കാണിച്ചിട്ട് പറയും ഇതാണ് സംഗതി, ഇത് RAC ആണ്. ഇത് അതുവരെ നമുക്ക് അറിയില്ലായിരുന്നു. ഒരുപക്ഷെ ഒരാൾക്കറിയാൻ രണ്ടാമത്തെ ആളിന് അറിയാത്ത സാഹചര്യം വരും. ഈയിടെ ഞാൻ ഗുരുവായൂർ ചെന്നൈ എഗ്മോർ എക്സ്പ്രസ്സിൽ ചെന്നൈയിലേക്ക് യാത്ര ചെയ്യുമായിരുന്നു. ഡ്യൂട്ടിയല്ല, യാത്ര ചെയ്യുമായിരുന്നു. 2 ടയർ AC-യിലായിരുന്നു യാത്ര ചെയ്തിരുന്നത്. കുറെ മധുര കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൽ എൻ്റെ തൊട്ടടുത്തുള്ള സൈഡ് ലോവർ ബർത്തിലുള്ള ആളുകൾ തമ്മിൽ ഭയങ്കര തർക്കം നടക്കുന്നു. ഞാനത് കൗതുകത്തോടെ എന്താണ് സംഭവം എന്ന് അന്വേഷിച്ചു. അപ്പോഴാണ് മനസ്സിലാക്കുന്നത് അത് 41 ആണ് അവരുടെ സീറ്റ്, 41. 42-ലുള്ള ആളാണ്. അദ്ദേഹം മുകളിലത്തെ സൈഡ് അപ്പർ ബർത്തിൽ കിടക്കുകയായിരുന്നു 42-ൽ. അദ്ദേഹം മധുര കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് താഴെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ സീറ്റിലേക്ക് ഇരിക്കാൻ വന്നു. ആ സമയത്ത് 41-ലെ RAC സീറ്റുള്ള 2 പേരുണ്ടായിരുന്നു. ഇവർ അവിടെ ഇരിക്കുമായിരുന്നു. അവർ പറഞ്ഞു ഇത് ഞങ്ങളുടെ സീറ്റാണ്, ഞങ്ങൾ മാറിത്തരില്ല എന്ന് പറഞ്ഞിട്ട് ഈ 3 പേർക്കും പ്രായമുള്ളവരാണ്. ഒരാൾക്കൊരു 70 വയസ്സിന് മേൽ പ്രായമുണ്ട്, ഒരാൾക്കൊരു 55 വയസ്സ് പ്രായമുണ്ട്, ഒരാൾക്കൊരു 60 വയസ്സ് പ്രായമുണ്ട്. ഈ പ്രായമൊക്കെ അവഗണിച്ചുകൊണ്ട് 3 പേരും തമ്മിൽ തമിഴിലും 2 പേര് തമിഴിലും ഒരാൾ ഇംഗ്ലീഷിലും മലയാളത്തിലും വേണ്ടി ഭയങ്കരമായ തർക്കം ഉണ്ടായി. അപ്പോൾ ഞാൻ ഒരു യാത്രക്കാരനായിട്ട് യാത്ര ചെയ്യുന്ന സമയമുള്ളൂ. പക്ഷെ ഞാൻ അവരോട് ഇടപെട്ടു. ഞാൻ പറഞ്ഞു ഈ 42-ലുള്ള ആളിന്റെ സീറ്റ് താഴെ ഉള്ളതാണ്. അപ്പോഴത്തേക്കും എന്നിട്ട് അവർ സമ്മതിച്ചു കൊടുക്കുന്നില്ല. ഞങ്ങൾക്ക് പിന്നെ എവിടെ ഇരിക്കും, ഞങ്ങൾ പൈസ കൊടുത്തതല്ലേ എന്നൊക്കെയാണ് 41-ലെ ആൾക്കാർ ചോദിക്കുന്നത്. ഞങ്ങൾ 2 പേരുള്ളതല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ തർക്കം നടന്നു. അവിടെ കോച്ച് അറ്റൻഡറായ പയ്യൻ തൊട്ടടുത്ത കോച്ചിൽ നിന്ന് TTയെ വിളിച്ചുകൊണ്ട് വന്നു. അയാൾ പറഞ്ഞു മനസ്സിലാക്കിയിട്ട് 42-ലെ ആൾ പറയുകയാണ് എനിക്കിതറിയാം, ഇവർക്ക് അറിഞ്ഞൂടാത്തതാണെന്ന് പറയാം, പക്ഷെ എന്നോടൊന്ന് റിക്വസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ അവരുടെ പ്രായം കൂടി മാനിച്ചിട്ട് ഞാൻ വീണ്ടും മുകളിൽ കയറി കിടക്കുകയോ പുറത്തിറങ്ങി നിൽക്കുകയോ ചെയ്യുമായിരുന്നു. പക്ഷെ ഇവർ ഇത്രയും നേരം എന്നെ ഹരാസ് ചെയ്തുകൊണ്ട് ഞാൻ ഒരു കാരണവശാലും ഇവിടെ നിന്ന് മാറില്ല, എനിക്ക് ഇരിക്കാനുള്ള സീറ്റ് ഉറപ്പിച്ചു തരണം, ഇല്ലെങ്കിൽ ഞാൻ കോടതിയിൽ കൺസ്യൂമർ കോർട്ടിൽ കേസിന് പോകുമെന്ന് പറഞ്ഞു. അപ്പോഴത്തെ TT മറ്റവരോട് പറഞ്ഞു മനസ്സിലാക്കി ഇദ്ദേഹത്തിന് 42 സീറ്റ് കൊടുത്തു. 41-ൽ ഈ 2 പേരും കൂടെ ഇരിക്കേണ്ടി വന്നു. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അതായത് 41 എന്നുള്ള സീറ്റ് RAC ആണെങ്കിൽ നിങ്ങളുടെ സീറ്റ് S1-ലെ 39 ആണെങ്കിൽ നിങ്ങൾക്ക് 39-ൽ മാത്രമേ പകൽ സമയത്ത് ക്ലെയിം ഉള്ളൂ. അതായത് രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെയാണ് ഇന്ത്യൻ റെയിൽവേ സ്ലീപ്പിംഗ് റിസർവേഷൻ അനുവദിക്കാത്തത്. അഥവാ രാത്രി 10 മുതൽ രാവിലെ 6 മണി വരെയാണ് നിങ്ങൾക്ക് കിടക്കാനുള്ള ബർത്ത് അവകാശമുള്ളത്. ഈ സമയത്ത് 42-ലുള്ള ആൾ അല്ലെങ്കിൽ നിങ്ങൾ 39 ആണെങ്കിൽ 40-ലുള്ള ആൾ സൈഡ് അപ്പർ ബർത്തിലേക്ക് പോകണം. 39-ഉം 40-ഉം മടക്കി വെച്ചിട്ട് നിങ്ങൾക്ക് RACക്കാർക്ക് ഉപയോഗിക്കാം. പക്ഷേ പകൽ സമയത്ത് മറ്റേ ആൾ മുകളിലത്തെ ബർത്തിൽ പോകാൻ താല്പര്യമുള്ള ആളല്ല, അദ്ദേഹത്തിന് ഇരിക്കണമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സീറ്റ് 42-ഓ 40-ഓ അല്ലെങ്കിൽ 48-ഓ ആണെങ്കിൽ അദ്ദേഹത്തിന് ഇരിക്കാൻ അവകാശമുള്ളതാണ്.
39 അല്ലെങ്കിൽ 41 RAC യാത്രക്കാർക്ക് 2 പേർക്കും കൂടി ഒരു സീറ്റാണുള്ളത്. അവിടെ 2 പേരും കൂടെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കേണ്ടി വരും. പിന്നെ എങ്ങനെയാണ് സീറ്റ് അലോട്ട് ചെയ്യുന്നത്? അതിൻ്റെ ഒരു TTമാർ ഇപ്പോൾ ടാബാണ് ഉപയോഗിക്കുന്നത്. ഹാൻഡ് ഹെൽഡ് ടെർമിനൽസ് ഉപയോഗിച്ചിട്ടാണ് അതിൽ ലൈവായിട്ട് അത് അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ട്രെയിനിൽ ഒരു യാത്രക്കാരൻ വന്നില്ല അല്ലെങ്കിൽ യാത്രക്കാരി വന്നില്ല എങ്കിൽ ആ ടിക്കറ്റ് ആ സീറ്റ് നോട്ട് ടേൺഡ് അപ്പ് എന്ന് മാർക്ക് ചെയ്ത് അത് ഏത് ദൂരത്തേക്കാണ് ഡെസ്റ്റിനേഷൻ എവിടേക്കാണോ പോകുന്നത് ആ ഡെസ്റ്റിനേഷനിലുള്ള RAC യാത്രക്കാർക്ക് ആ കോച്ചിലെ ക്രമം അനുസരിച്ചിട്ട് അലോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വതന്ത്രമായ ഒരു ബെർത്ത് എടുക്കാനുള്ള അവകാശമാണ്. അതിൻ്റെ ഒരു ചെറിയ വീഡിയോയും കൂടെ ഇതിൽ ആഡ് ചെയ്യാം. 55 സീറ്റ് നമ്പർ 56. സാധാരണഗതിയിൽ 55 സീറ്റ് RACക്കാരുണ്ടാവും. 55-ൽ 2 യാത്രക്കാർ RAC ഉണ്ടാകുമ്പോൾ അവർക്ക് ഈ സീറ്റ് മാത്രമാണ് അവർക്ക് അവകാശം. 56 സീറ്റ് പകൽ സമയം ഇത് ഉപയോഗിക്കുകയും രാത്രിയിൽ 56ലേക്ക് അവർ ഉപയോഗിക്കുമ്പോൾ സീറ്റ് നമ്പർ 55 ഇങ്ങനെ RACക്കാർക്ക് ഉപയോഗിക്കാവുന്നതാണ്. സ്ലീപ്പർ ക്ലാസ്, തേർഡ് AC, സെക്കൻഡ് AC ഇതിലൊക്കെ RAC അനുവദിക്കാറുണ്ട്, RAC അലോട്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഫസ്റ്റ് ക്ലാസ് AC-യിൽ RAC ഇല്ല. അത് ഫസ്റ്റ് ക്ലാസ് AC കൺഫേംഡ് റിസർവേഷൻ മാത്രമേ അനുവദിക്കാറുള്ളൂ. ഞാനെൻ്റെ കൺക്ലൂഷനിലേക്ക് വരാം. ഒരിക്കൽ ഒരു ചെറുപ്പക്കാരൻ, അയാൾക്ക് സ്ലീപ്പറിൽ RAC ആയിരുന്നു, ഏത് ട്രെയിനെന്ന് ഞാൻ ഓർക്കുന്നില്ല. അയാൾ ആദ്യം വന്ന് സാർ എനിക്കൊരു ബെർത്ത് വേണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതിൽ വേക്കൻസി വരട്ടെ നോക്കാം, അതിൻ്റെ ക്രമം അനുസരിച്ച് തരും എന്നൊക്കെ പറഞ്ഞു. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് അയാൾ വന്ന് പറഞ്ഞു സാറേ ബെർത്ത് ഇല്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ അതെന്താ കാര്യം? ഇല്ല കുഴപ്പമില്ല ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു. കാരണം കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അവൻ്റെ സഹയാത്രയ്ക്ക് വന്നത് ഒരു സഹയാത്രികയായിരുന്നു. അപ്പോൾ പിന്നെ അയാൾക്ക് ബെർത്ത് വേണ്ട. ഞാൻ പറഞ്ഞു കൊള്ളാം സാറ് ഒരു കാര്യം ചെയ്യും സാറേ, നമുക്ക് എത്രയോ പ്രായമുള്ള ആൾക്കാർ ഇതിൽ ബെർത്തില്ലാതെ യാത്ര ചെയ്യുന്നു, വെയിറ്റ് ലിസ്റ്റുകാർ, പാവങ്ങൾ, ക്യാൻസർ പേഷ്യൻസ് ഉണ്ട്, പ്രായമായ അമ്മമാരൊക്കെ യാത്ര ചെയ്യുന്നു, അവർക്ക് കൊടുത്തേക്കും സാർ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അനിയ നീ പൊന്നപ്പനല്ല തങ്കപ്പനാണ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് അങ്ങനെ യാത്ര ചെയ്തു പോയി. അവർക്ക് ബെർത്തേ വേണ്ട. ഇങ്ങനെയുള്ള സാഹചര്യത്തിലും ഒരു പക്ഷേ RAC ഉപകാരപ്പെടുന്ന ഒരു സാഹചര്യം പോലും വന്നു ചേർന്നിരിക്കാം. ഞാൻ ആദ്യം പറഞ്ഞ സംഗതിയിലേക്ക് വരാം. എങ്ങനെയാണ് ഇന്ത്യൻ റെയിൽവേ ഇന്ത്യൻ മനുഷ്യ സമൂഹത്തെ ഇത്രയും അടുപ്പിച്ചത്? ഒരുപക്ഷെ അടിക്കണക്കിന് അകലം സൂക്ഷിച്ചിരുന്ന ഒരു ജനതയാണ് ഇന്ത്യയിലെ ജനത 19ാം നൂറ്റാണ്ടിലൊക്കെ. അതിനെ ഇത്രയും അടുപ്പിച്ചത്, ഒരുപക്ഷെ ഇത്രയും ചേർത്ത് നിർത്തിയത് ഇന്ത്യൻ റെയിൽവേയുടെ റിസർവേഷൻ സിസ്റ്റമാണ്. അത് RAC വന്നപ്പോഴത്തേക്കും, മുമ്പ് റിസർവ് ചെയ്യുമ്പോൾ ജാതിയോ മതമോ നോക്കിയിരുന്നില്ല, എന്നപോലെ ആണോ പെണ്ണോ എന്ന് നോക്കിയിരുന്നില്ല. RAC വന്നതോടുകൂടി, RAC എന്ന കൺസെപ്റ്റ് വന്നതോടുകൂടി ഒരു കിടക്ക, തികച്ചും അപരിചിതരായ 2 മനുഷ്യർ ഒരു കിടക്ക പങ്കിടുന്ന വിധത്തിലേക്ക് ആ അടുപ്പത്തെ 2 പൗരന്മാരെ അടുപ്പിക്കുന്നതിൽ ഇന്ത്യൻ റെയിൽവേ വിജയിച്ചു. ഇനി എവിടെയാണ് ഇങ്ങനെ മനുഷ്യർ വന്ന് നിൽക്കുന്നിടത്ത് അയിത്തം എങ്ങനെ ഉണ്ടാവാനാണ്? അയിത്തം പാലിക്കണമെന്ന് ഒരാൾ ആഗ്രഹിച്ചാൽ തന്നെ അങ്ങനെ പാലിക്കാൻ പറ്റുമോ? ഇങ്ങനെയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച ഇന്ത്യൻ റെയിൽവേ ഇന്ത്യൻ കൾച്ചറിൽ ഇടപെട്ടതിൻ്റെ കൂടി അടയാളം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് RACയെ കുറിച്ചാണ്. RACയെ കുറിച്ചുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിൽ പൂർണ്ണമായി പറഞ്ഞിട്ടുണ്ട് എന്നാണ് വിശ്വാസം. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ കമൻ്റായി ഇടുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് അത് കവർ ചെയ്യാം.